തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാതെ 13 സെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ വിട്ടു കൊടുക്കുന്നുണ്ട്. കേരളയിലെ കുറ്റി സ്ഥാപിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സ്ഥലത്ത് നമ്മുടെ നാട് തന്നെ നല്ലതുപോലെ ആഗ്രഹിച്ച കാര്യമാണല്ലോ വേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. നാട് വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വേഗതയിൽ സഞ്ചരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു കേരയിൽ പദ്ധതി. അത് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ, വേഗത്തിൽ കുറച്ച് പൈസയും കൂടെ അടിച്ചു മാറ്റാനുള്ള ആഗ്രഹം കൊണ്ട് കൊണ്ടുവന്നതാണോ എന്ന് ഇന്ന് ഈ നിമിഷം വരെ മനസ്സിലാവാത്തൊരു കാര്യമായിരിക്കും. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരു വിഭാഗപ്പെട്ട ആൾക്കാർക്കെല്ലാം. കാരണം ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 3000 ഏക്കർ സ്ഥലമായിരുന്നു ഏറ്റെടുക്കേണ്ടി വന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ആൾക്കാരുടെ വീടിന്റെ അടുക്കളയിലും തൊഴുത്തിനകത്തും കൊണ്ടിട്ടത് 6744 മഞ്ഞ കുറ്റികളായിരുന്നു. അതിട്ടതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ട്, പോലീസുകാരുമായിട്ടുള്ള അടിപിടികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 3-4 ദൃശ്യങ്ങൾ മാത്രമായിട്ട് ഈ സൈഡിലേക്ക് വെക്കാം. ഓരോ സ്ഥലത്തും ഈ കല്ലുമായിട്ട് കൊണ്ടു ചെന്നപ്പോഴത്തേക്കിന് അവരുടെ പറമ്പിനെയും അവരുടെ വീടിനെയും കീറി മുറിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലൊരു സാധനം വരുമ്പോഴത്തേക്കിന് ആ വീടുകളിലെ ചിലപ്പോൾ അവർ ആ വീടിന്റെ ആദായം കണ്ടിട്ടോ പുരയിടം കണ്ടിട്ടോ ആരുടെങ്കിലുമൊക്കെ കല്യാണമോ തുടർ പഠനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടത്താനിരിക്കുന്ന ആ ഒരു പോയിന്റിലായിരുന്നു ഈ ഒരു സാധനം കൊണ്ടിട്ടത്. എന്നാൽ അത് ഇട്ടു എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളത് ആ ഇടുന്ന ആൾക്കാരുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. മറിച്ച് അങ്ങനെ ഒരു കല്ലിട്ടതിന് ശേഷം, അതായത് ഈ ഇത്രയും ജനരോക്ഷങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോഴത്തേക്ക് 2023 ആണെന്ന് ഒക്ടോബർ നവംബറോട് കൂടി തന്നെ ഈ ഒരു പദ്ധതി ഇവരങ്ങ് അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ജനങ്ങളുടെ പ്രതിഷേധവും പാരിസ്ഥിതിക പ്രശ്നം, മെയിനായിട്ടുള്ളത് പാരിസ്ഥിതിക പ്രശ്നം, ഈ വന്ന മഹാമാരികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേന് കേരളത്തെ രണ്ടായിട്ട് വിഭജിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു കാര്യം. നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ഇതിന്റെ ഒരു നീളം വരുന്നത്. അപ്പം ആരുടെയൊക്കെ വീടിന്റെ അടുക്കളയിൽ കൂടെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ പാരിസ്ഥിതിക പ്രശ്നം വന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു മാർജിൻ ഇതിനകത്ത് വരുമ്പോഴത്തേക്കിനുള്ളത്. തുടർന്ന് നിർബന്ധിതമായി ഈ ഒരു കാര്യം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസാനത്തിലേക്ക് എത്തിയൊരു സമയത്ത് ഈ ഇട്ടിട്ടുള്ള കല്ലുകൾ എടുത്തു മാറ്റാനോ ഇതിന്റെ തുടർ നടപടികളോ ഈ കൊണ്ടുപോയി ഇടാൻ കാണിച്ച ആർജവത്തോടും ഊർജവത്തോടും ചെയ്ത് ആർക്കും കൊടുത്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഒരു കല്ല് കിടപ്പുണ്ടെങ്കിൽ അത് അവർക്ക് ക്രയവിക്രയം ചെയ്യാനായിട്ട് നടക്കുന്ന കാര്യമല്ല. അതിന് നിയമ തടസ്സങ്ങളുണ്ട്. കാരണം കേരയിൽ പദ്ധതിക്ക് ഏറ്റെടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഫ്യൂച്ചറിൽ കേരയിൽ പദ്ധതി വരുമ്പം അത് അവർക്ക് പണിയാവും എന്നൊരു കാര്യം കിടക്കുന്നുണ്ട്. തുച്ഛമായ ഏതെങ്കിലും ഒരു സ്ഥലം മേടിക്കാൻ പോകുന്നവർക്ക് തന്നെ അവിടെ എന്തെങ്കിലും ഒരു മുൻപ്രമാണമോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു പേടി അറിയാം. അപ്പോൾ ഇതുപോലൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി, ഗവൺമെന്റ് കൊണ്ടൊരു കല്ലിട്ടിട്ടുള്ളൊരു സാധനത്തിലേക്ക് ആരെങ്കിലും വന്ന് കൈവയ്ക്കുമോ? അത് ഒട്ടനവധി ആൾക്കാരെ ഉറക്കം കെടുന്നതും അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ക്രയവിക്രയം ചെയ്യാനും കഴിയാത്തൊരു കാര്യത്തിലേക്കായിരുന്നു വന്നെത്തിയത്. ഇപ്പൊ ഈ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ഈ നിമിഷം ഈ ഒരു കാര്യം ക്യാൻസൽ ചെയ്ത്, അതായത് കേരയിൽ പദ്ധതി അവസാനിപ്പിച്ചു വെച്ചാൽ ഇന്ന് തന്നെ മെയ് 20 2026 കേരയിൽ പദ്ധതി അവസാനിപ്പിച്ചു. എന്നാൽ ഈ അവസാനിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നും, എന്നാൽ പക്ഷെ പച്ചയായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേട്ടോ, അവരുടെ പ്രതികരണമാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. മെയിൻ കാര്യം ഇത് ആദ്യം കൊണ്ടുവന്നിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്കത് കേൾക്കാം. തുടർന്ന് നിലവിലെ മുഖ്യമന്ത്രിയുടെ കാര്യവും ജനങ്ങളുടെ രോക്ഷപ്രകടനവും ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ നാട് തന്നെ നല്ലതുപോലെ ആഗ്രഹിച്ച കാര്യമാണല്ലോ വേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അത് നടപ്പാക്കാൻ കഴിയാതിരുന്നത് നാടിൻ്റെ ഒരു വല്ലാത്തൊരു നിലപാട് കൊണ്ടാണല്ലോ. ഒരിക്കലും പദ്ധതി ഇതുപോലൊരെണ്ണം വരുന്നു, ആ ഒരു പദ്ധതി നമുക്ക് വേണ്ട, ആ ഒരു വികസനത്തിനെതിരായിട്ട് സംസാരിക്കുന്ന കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കേരയിൽ പോലുള്ള ഒരു വലിയ പദ്ധതി വരുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അവർ പ്രോപ്പറായിട്ട് ഒരു ഉറങ്ങാനായിട്ട് അവർക്ക് സ്ഥലമുണ്ടോ? അവർക്ക് ആഹാരം ലഭിക്കുന്നുണ്ടോ? അവർക്ക് കൃത്യമായിട്ട് വേതനങ്ങൾ ലഭിക്കുന്നുണ്ടോ? നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് ജോലിയുണ്ടോ? വിദ്യാഭ്യാസം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? അതിനകത്ത് ഫീസ് കൊടുക്കാത്ത ആൾക്കാരുണ്ടോ? തുടങ്ങിയ ബേസിക് ആയിട്ട്, അതായത് ഒരു മാനവരാശി നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറൈസ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലുള്ള ഏണിയിലും മേളിലോട്ടൊക്കെ കയറിയിട്ട് വണ്ടിക്കകത്ത് പോകേണ്ടി വരുന്നത്. മെയിൻലി ഈ കാര്യങ്ങളൊക്കെ ഓടുന്ന ഈവൻ ചൈന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും ജപ്പാൻ ഉൾപ്പെടെ നോക്കിയാലും അവർ നമ്മളെക്കാട്ടിലും 10, 20, 30, 40, 50 വർഷത്തിന് മുമ്പ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നവരാ. അപ്പൊ അതുപോലെ നമ്മളിലുള്ള ആൾക്കാർ അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു കേരയിൽ വേണം, ഇതിലേക്കൂടെ ഒരു സാധനം പോകുന്നു 10-500 രൂപ അധികം കൊടുത്താലും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്നു എന്നൊരു സാഹചര്യത്തിൽ ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ എത്തും. കാരണം പണ്ട് ജിയോ ഫ്രീ ആയിട്ട് വന്നപ്പോൾ എല്ലാവരും ഉപയോഗിച്ചു. പെട്ടെന്ന് അയാൾ പൈസ ആക്കിയപ്പോഴത്തെ എന്തോ ആരെങ്കിലും വിട്ടിട്ട് പോയോ? അയാൾ എത്ര രൂപ കൂട്ടിയാലും കൂട്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അയാൾ ചെറിയ പൈസകൾ 30 പൈസ 40 പൈസയൊക്കെ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എന്നാലും നമ്മളത് മേടിക്കുന്നുണ്ട്. നമ്മളതിന് അധിക ചിലവായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം എന്താ? അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി പോയി.
അതുപോലെ എല്ലാവർക്കും ഇതാവും. ദിനചര്യയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് അതുപോലെ മണി സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സോഴ്സ് വേണം. ആ സോഴ്സ് മാത്രം പോരാ, സോഴ്സിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു വരുമാനമുള്ളൊരു സംഭവമായിരിക്കണം. അതല്ലേ വേണ്ടത്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ റെയിലോ പി റെയിലോ എന്തെങ്കിലും റെയിലോ കൊണ്ടുവന്നാലും ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. BJPയും അതിലൊരു പ്രത്യേക നിലപാട് സ്വീകരിച്ചു, രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി. അതെ, അത് തിരിച്ചു വരാൻ അത് കേരളയിലായിട്ട് വരില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു RRTയുടെ കാര്യം ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ തടസ്സം പറയുന്നില്ല. അത് നടപ്പാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതും ഇതിന് പരിഹാരം തന്നെയാണ്. CM ഇപ്പോൾ LDF മൂന്നാമത് വന്നാൽ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും? അല്ല, അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത് പിന്നെ ഒരു സംശയമില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് യുവതയെ ആഗ്രഹിക്കുന്നൊരു മാറ്റമുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കും. അതിനനുസരിച്ചുള്ള തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. നല്ല രീതിയിൽ 10 വർഷമായിട്ട് ഭരിച്ച ഒരു ഗവൺമെന്റിന് ഉന്നത വിദ്യാഭ്യാസ മേഖല ഒന്നുകൂടെ പുനഃസ്ഥാപിക്കും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നാട്ട് ഭരിച്ച വ്യക്തികൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊരു സെൻസ് ഇല്ലായിരുന്നോ? ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലാണോ? അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് നിയമസഭയിൽ പ്രസന്റ് ചെയ്യുന്ന പോലാണോ? ഇതൊരു നിങ്ങളുടെ ഈ പറയുന്ന ഇലക്ഷൻ അജണ്ടയായിട്ട് കൊണ്ടുവന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വായി തോന്നിയ കാര്യങ്ങൾ പറയുന്നു. ആ ഒരു സെൻസിലെ ഈ ഒരു കാര്യം എന്നെ കൊണ്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് പിൻവലിക്കാനിടയുണ്ടായ സാഹചര്യം എന്താണെന്ന് കാണാം. അതിനുശേഷം ജനരോക്ഷത്തിലേക്ക് വരാം. ഇതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായിരുന്നു അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ. കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെന്റ് ആയിരുന്നു. കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ് കേരളം, അല്ലേ? അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെന്റ് പണിയുക എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. അത് എൻവയൺമെന്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു, ഇല്ലേ? പിന്നെ 200 കിലോമീറ്റർ ദൂരം 10 അടി ഉയരത്തിൽ മതിലായിരുന്നു. ഇപ്പൊ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു. ആ സ്ഥിതിയാണ്. അത് നമ്മൾ വളരെ നന്നായി UDFന്റെ ഒരു സബ് കമ്മിറ്റി പഠിച്ച് UDFൽ കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് ഞാൻ രണ്ടാമത് അത് കൊടുത്തുവിട്ട് എല്ലാ പാർട്ടികളും ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് വരാൻ. അങ്ങനെ ഞങ്ങൾ എക്സ്പേർട്സുകളുമായി സംസാരിച്ച് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി. റെയിൽവേ എക്സ്പേർട്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, എൻവയൺമെന്റ് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നടപ്പാക്കരുത്. അതുകൊണ്ടാണ് പിന്നെ ഗവൺമെന്റ് അത് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ശിക്ഷ പോലെ സമരം ചെയ്തതിനുള്ള പാവങ്ങൾക്കുള്ള ശിക്ഷ പോലെ ആ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ വേണ്ടാന്ന് പദ്ധതി ഉപേക്ഷിച്ചു. ഒറ്റ ഓർഡർ ഇറങ്ങിയാൽ മതി ഡീനോട്ടിഫൈ ചെയ്യാൻ. അവർക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വീട്ടിലൊരു ആവശ്യത്തിന് ഭൂമി പണയം പോലും വെക്കാൻ പറ്റാത്ത പാവങ്ങളാ. കരച്ചിലാണ് എപ്പോഴും, സങ്കടങ്ങൾ. അപ്പൊ ഞങ്ങൾ പുതുയുഗ യാത്രയുമായി പോയ സമയത്ത് അവരുമായിട്ട് ഞങ്ങൾ ഇന്ററാക്ഷൻ നടത്തിയിരുന്നു. അത് പോയ ജില്ലകളിലെല്ലാം അവർ പരാതി പറഞ്ഞിരുന്നു. അത്തരം പരാതികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാവുന്ന പരാതികളാണ്. അതൊക്കെ ഒരു ഗവൺമെന്റിന്റെ ഒരു വേഗത. ഓക്കെ, അങ്ങനെ കേരയിൽ പദ്ധതി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞ നല്ലൊരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി മുന്നിലേക്ക് വ്യക്തമായിട്ട് പോകാനും കൃത്യമായിട്ട് പോകാനും പറ്റിയൊരു സാഹചര്യമാണ്. ഒരിക്കലും ഇതുപോലൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ വരരുത് എന്നല്ല ഞാൻ പറയുന്നത്, വരണം. വരുന്നതിന് മുമ്പ് ആൾക്കാരെല്ലാം സംരക്ഷിതരായിരിക്കണം. അതിനുശേഷം പദ്ധതികളും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഇതുപോലുള്ള എൻവയോൺമെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മാറ്റണം. എന്തൊക്കെ പദ്ധതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ഇവന്മാരൊന്ന് കറങ്ങി അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, നേച്ചർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു സംഭവം വരിക, അതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ മെയിൻലി ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമിടപാട് തലത്ത് വെച്ച കുറ്റി എടുക്കാനായിട്ട് ആൾക്കാർ ചെല്ലുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ കുറ്റി വെക്കാൻ ചെല്ലുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ജനരോക്ഷത്തിനിടയിൽ ഒരു വേറിട്ടൊരു അഭിപ്രായം. 13 സെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ വിട്ടു കൊടുക്കുന്നുണ്ട്. കേരളയിലെ കുറ്റി സ്ഥാപിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ സ്ഥലത്ത് നിന്ന് ഇവർ പറിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ സ്ഥലം അനുവാദമില്ലാണ് പുറത്ത് പുറത്തുനിന്ന് പറിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടില്ല ഇവര്, എന്നോട് ചോദിക്കണ്ടേ എന്റെ സ്ഥലത്ത് കയറുമ്പോൾ. ഇവർ പ്രവർത്തനം റോഡ് മേല്. അതെ, നമ്മളെ സഹകരണത്തോടെ കുറ്റിയിടുന്നു. നമുക്ക് കുറ്റിയിടുന്നതിൽ ഒരു വിരോധമില്ല. ആ ചേട്ടന് കുറ്റിയിടുന്നതിന് ഒരു വിരോധമില്ല. കാരണം ആ കാണിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന മൈക്കും കൈരളിയാ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇവര് തലേ ദിവസം തന്നെ ഇവരുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കേണ്ട ആൾക്കാരെ സെറ്റ് ചെയ്ത് വെക്കും. സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം വ്യക്തമായിട്ട് അവരെ വിളിച്ച് അവരുടെ ഫ്രീ ടൈം നോക്കിയിട്ടായിരിക്കും. ചിലപ്പം ഫ്രീ ടൈം എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് അവിടെ ചെന്നിട്ട് അവരെ കൊണ്ട് തന്നെ മൈക്കിൽ ഫ്രണ്ടിൽ കൂടെ സംസാരിപ്പിക്കും. വളരെ ഗംഭീരം. ആ ചേട്ടന് യാതൊരു ഇത് കുഴപ്പമില്ലൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. ആ ചേട്ടനെ ഞാൻ കുറ്റം പറയുമല്ല. ആ പദ്ധതി വരുന്നതും നല്ലതായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബം പോവുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. ചിലപ്പോൾ ഈ 1, 2, 3 ഏക്കർ ഉള്ളവർക്ക് ചിലപ്പോൾ അവർ ഏക്കറിന്റെ തുമ്പത്തൂടായിരിക്കും ഈ സാധനം പോകുന്നത്.
അവർക്ക് എന്തോ തുമ്പത്തൂടെ പോയാൽ കുറച്ചങ്ങ് എടുക്കൂടെ കുറച്ച് പൈസ കിട്ടുന്ന കാര്യമില്ല, തുമ്പങ്ങ് പോയാൽ നമുക്ക് എന്തുവാ. പക്ഷേ ഈ കുടുംബത്തിന്റെ നടുക്കൂടെ, ബെഡ്റൂമിന്റെ നടുക്കൂടെ കല്ലിട്ട് പോകുമ്പോഴാണ് ഈ ഒരു സാധനം അഫക്റ്റഡ് ആവുന്നത്. അല്ലാത്തടത്തോളം ഇത് ആർക്കും അഫക്റ്റഡ് ആവുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മളെ കൊല്ലത്ത് കിടക്കുക, നമ്മളെ കൊല്ലംകാരെ സംബന്ധിച്ച് ഒരു സാധനം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. അതുകൊണ്ട് കയറിപ്പോകുന്ന എവിടൊക്കെയാണ് അവിടെ ഇതിനൊരു വിഷമം വന്നിട്ടുണ്ട്. ഇനി ജനരോക്ഷം സമരത്തിലേക്ക് ഞങ്ങൾ എന്താ പറയുക, രാഷ്ട്രീയം നിങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ഒരു അനുഭവസ്ഥയാണ് ഞാൻ. കാരണം ഈ കേരളം മൊത്തം ഞങ്ങൾ സമരമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ നിമിഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെങ്ങനെ സന്തോഷിച്ചു നമുക്കറിയില്ല, അത് വായിച്ചറിഞ്ഞിട്ടാണ്. അതിന് അത്രയേറെ സന്തോഷമാണ്. ഈ കിരാതമായ ഒരു ഭരണം ഇല്ലാതെയായി ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ആ നന്ദി ഞങ്ങൾ ഇനിയും അത് കേസുകൾ കൂടി പിൻവലിക്കുമെന്ന് പറഞ്ഞു. കേസുകളെല്ലാം പിൻവലിക്കും, ഉറപ്പായിട്ടും പിൻവലിക്കും. ഞങ്ങളോട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മാത്രമല്ല, ഇത് ഞാനൊരു പ്രതിനിധി മാത്രമായിരിക്കാം. ഈ കേരളത്തിൽ ഉടനീളമുള്ള ഇരകളാക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. വലിയ സമരത്തിന്റെ ഒരു വിജയമാണല്ലേ? തീർച്ചയായിട്ടും വലിയൊരു സമരത്തിൻ്റെ അന്നത്തെ ആ സമരം നടക്കുന്ന സമയത്ത് വാർഡിൽ കൗൺസിലറായിരുന്നു ഞാൻ, ഇപ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലെ കീഴ്മാട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ തന്നെ 40ഓളം വീടുകളും 2 സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പൊളിച്ചു നീക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരായ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനെല്ലാം അപ്പോൾ ഈ ഒരു പഴയ സർക്കാരിൻ്റെ ഒരു തിരിച്ചടി, ഈ ഒരു വിഷയത്തിലൊക്കെയുള്ള തിരിച്ചടിയൊക്കെയാണ് നേരിട്ടത്. വളരെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം എല്ലാം ഇതിനൊരു തിരിച്ചടിയായിട്ടുണ്ട്. എന്തായാലും പുതിയൊരു ഗവൺമെന്റ് വരുമ്പോൾ അത് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ വലിയ ടിപ്പറിനകത്ത് മറ്റേ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴേ നിങ്ങളങ്ങ് കുന്ന് കണക്ക് മേളിൽ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്തിനാ? അതിന്റെ പുറത്തിട്ട് ഒരു തുണി നിങ്ങൾ വലിച്ചു കയറ്റണം, അതൊക്കെ ഓക്കെ തന്നെ. പക്ഷെ കുന്ന് കണക്ക് ഇടുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കുമ്പോഴോ എടുക്കുമ്പോഴോ കൊച്ചു കൊച്ചു കല്ലുകൾ ഈ സാധനം വന്ന് ബാക്കിൽ വീഴത്തില്ല. ബാക്കിൽ വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നൊരു കാര്യമില്ലേ? ബാക്കി വേണം. അങ്ങനെ ഒരു തീരുമാനമൊക്കെ വരുമ്പോൾ വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിനനുസരിച്ച് ഉയർന്നു പോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഇതെല്ലാം ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം. എല്ലാവരും ഇത് കേൾക്കുന്ന ഇത് ഞങ്ങളുടെ പുറകിലുള്ള ഒത്തിരി ആളുകളുണ്ട് വീട്ടിലിരുന്ന് കേട്ട് സന്തോഷിക്കുന്നു. ഈ പറയുന്ന ആൾക്കാരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരോ എല്ലാവരും മറ്റേ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ, കോൺഗ്രസ്സുകാർ മാത്രം വന്ന് ക്യാമറയുടെ മുന്നിൽ പ്രസംഗിക്കുന്നതല്ല. ഇത് കടന്നു പോയിട്ടുള്ളത് എല്ലാ ജാതി മതഭേദം ഉള്ള ആൾക്കാർക്കും, പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെയും വീട്ടിനകത്തോടെ തന്നെ ഈ സാധനം കടന്നു പോയത്. അതുകൊണ്ട് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ളതും ഇതിനെതിരെ നിൽക്കുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളല്ലാത്ത ആൾക്കാരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതെല്ലാവർക്കും നല്ല രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ, എനിക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു പ്രതികരണം ഞാനൊന്ന് കാണിച്ചു തരാം. തന്നെയാണ് സമരത്തോടൊപ്പം നിന്നത്. കഴിഞ്ഞ 6 വർഷക്കാലത്തിലേറെയായി നടത്തിയ ഞങ്ങളുടെ സഹന സമരത്തിന് ഒരു പ്രതിഫലം ഉണ്ടാകുകയാണ്. ഈ സമരപ്പന്തലിൽ വന്ന മുഖ്യമന്ത്രി ഈ സമരപ്പന്തലിൽ 500ാമത്തെ ദിവസം സമരപ്പന്തലിലെത്തി ഞങ്ങൾക്ക് വാക്ക് തന്നാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ പദ്ധതി പിൻവലിക്കുകയും കേസുകൾ പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നതാണ്. ആ വാക്ക് പാലിക്കുവാൻ പോവുകയാണ്. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. 1490 ദിവസമായി ഞങ്ങൾ കഷ്ടപ്പെടുന്നു. അസുഖം ഉള്ള ആൾക്കാരാണ് കൂടുതലും. അതെല്ലാം പരിഹരിച്ച് വീട് ഉപേക്ഷിച്ച് എല്ലാ പദ്ധതികളും ഞങ്ങൾ ഉപേക്ഷിച്ചാണ് ഇവിടെ ഞങ്ങൾ സമരം. അതായത് 500ാമത്തെ ദിവസമായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ അവറുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് പ്രോപ്പറായിട്ട് ഇത് മാറ്റിത്തരാമെന്നുള്ളൊരു കാര്യം. അധികാരത്തിലേക്ക് വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഒരിക്കലും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ കോമ്പറ്റേറ്ററോ താൻ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടതോ അങ്ങ് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന പിണറായി വിജയനോ ആയിട്ടല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. വി ഡി സതീശൻ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടത് തൊട്ട് അയൽ സംസ്ഥാനമായിട്ടുള്ള ശ്രീ സി ജോസഫ് വിജയ്, പുള്ളിയായിട്ടായിരിക്കണം നിങ്ങളുടെ കോമ്പറ്റീഷൻ. കാരണം അവിടെ നിൽക്കുന്ന ആൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല. അപ്പോൾ ആൾ നല്ല രീതിയിൽ കാണിക്കാനുള്ള കാര്യങ്ങൾ അവിടെ കാണിക്കും. അത് കണ്ട് സൗത്ത് ഇന്ത്യ കണ്ണ് തെള്ളും. അപ്പോൾ ആ കണ്ണ് തെള്ളുന്ന കൂട്ടത്തിൽ അതേ വികസനം തന്നെ അല്ലെങ്കിൽ അതിൽ ഒരു പടി മുകളിലായിട്ട് തമിഴ് ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ ഇതുപോലൊരു സാധനം വി ഡി സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിലും ആത്മാർത്ഥതയോടുകൂടി ഇതിലും അടിപൊളിയായിട്ട് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ചർച്ചയാകപ്പെടും. ആ ചർച്ചയാകപ്പെടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിലും അടിപൊളിയായിട്ടൊരു സാധനം കിട്ടുന്നെങ്കിൽ അതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തൊട്ടയൽ സംസ്ഥാനത്തെ വിജയമായിട്ടാണെന്നുണ്ടെങ്കിൽ കാണുകയും കേൾക്കുകയും ഇത് അനുഭവിക്കുകയും ചെയ്യുന്ന കേരളത്തിലുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. പയ്യെ
ഇന്ത്യക്ക് വെളിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ, അതായത് മടുത്ത് നരകിച്ച് എന്തിനാ കേരളത്തിൽ വന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, കൂട്ടുകാരൊക്കെ നിങ്ങൾക്കില്ലേ? അവിടെ വന്നിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ ഓക്കെ അല്ലടാ, ഞാനങ്ങ് തിരിച്ചു വരട്ടെ, ഞാൻ അവിടെ വരട്ടെ, അവിടെ ഇപ്പോൾ കേരളം സൂപ്പറല്ലേ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക.